എക്സ്പ്ലോറിംഗ് മേ കമ്പ്യൂട്ടർ ചാനലിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു വീഡിയോ ഇടാൻ. പ്രോഗ്രാമുകളുടെ ഒരു ശേഖരത്തെ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. ഇവ കമ്പ്യൂട്ടറിനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. സോഫ്റ്റ്വെയർ ഇല്ലാത്ത കമ്പ്യൂട്ടർ നിർജീവ യന്ത്രമാണ്. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ചേർന്നതാണ് കമ്പ്യൂട്ടർ സിസ്റ്റം. പ്രധാന സോഫ്റ്റ്വെയർ തരങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിവരങ്ങളും ഇത് നിയന്ത്രിക്കുന്നു. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ആപ്ലിക്കേഷനുകൾ എന്നിവ തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എല്ലാ കമ്പ്യൂട്ടറുകൾക്കും കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്ന ഒരു പ്രധാന സോഫ്റ്റ്വെയർ മാസ്റ്റർ പ്രോഗ്രാം ഉണ്ട്. ഉദാഹരണം മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആപ്പിൾ മാക്, ലിനക്സ് തുടങ്ങിയവ. കമ്പ്യൂട്ടർ യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ഫയൽ, മെമ്മറി, പ്രോസസ് മാനേജ്മെന്റ്, ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്നിവ കൈകാര്യം ചെയ്യുന്നു. ഡിസ്കുകളും പ്രിന്ററുകളും പോലുള്ള ബാഹ്യ ഉപകരണങ്ങളെ നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ആരംഭിക്കുന്നു. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടർ മോണിറ്ററിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ കമ്പ്യൂട്ടറുകളിൽ. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മൊബൈലിൽ. ഉപകരണ സോഫ്റ്റ്വെയർ ഇത് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളെ നിയന്ത്രിക്കുന്നു. ഓരോ ഉപകരണത്തിനും അതിൻ്റേതായ ഉപകരണ സോഫ്റ്റ്വെയർ ഉണ്ട്. ഉപകരണം ശരിയായി പ്രവർത്തിക്കുന്നതിന് അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ബയോസ് പ്രോഗ്രാം കമ്പ്യൂട്ടർ മദർ ബോർഡിന്റെ റോം ചിപ്പിൽ സംഭരിച്ചിട്ടുള്ള മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമാണ് ബയോസ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഹാർഡ്വെയർ ഉപകരണങ്ങളും ബയോസ് പ്രോഗ്രാം കണ്ടെത്തി പരിശോധിക്കുന്നു. ഒരു പ്രോഗ്രാം എഴുതാൻ ഉപയോക്താവ് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പ്രോഗ്രാമിംഗ് ഭാഷകളിൽ അടങ്ങിയിരിക്കുന്നു. ഒരു ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷയെ മെഷീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ അസംബ്ലർ അല്ലെങ്കിൽ കമ്പൈലർ എന്ന് വിളിക്കുന്ന ഒരു ഇടനില സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഉദാഹരണത്തിന് സി, C++, പൈഥാൻ, പർൾ, ജാവ മുതലായവ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവ അന്തിമ ഉപയോക്താക്കൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ബിസിനസ് സംബന്ധമായ സോഫ്റ്റ്വെയർ, വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ, ഗെയിമുകൾ, ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ മുതലായവ ആകാം. ഉദാഹരണം മൈക്രോസോഫ്റ്റ് ഓഫീസിൽ, ടാലി തുടങ്ങിയവ. പൊതു ആവശ്യത്തിനുള്ള സോഫ്റ്റ്വെയർ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിവിധ ജോലികൾക്കായി ഉപയോഗിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക ചുമതല നിർവഹിക്കുന്നതിൽ ഇത് പരിമിതപ്പെടുത്തിയിട്ടില്ല. ഉദാഹരണം മൈക്രോസോഫ്റ്റ് ഓഫീസ് മുതലായവ. ഇഷ്ടാനുസൃതമാക്കിയ സോഫ്റ്റ്വെയർ
നിർദ്ദിഷ്ട ടാസ്കുകൾ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ഓർഗനൈസേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഉദാഹരണം, റെയിൽവേ ടിക്കറ്റിംഗ്, എയർലൈൻസ് ടിക്കറ്റിംഗ് മുതലായവയ്ക്ക്. യൂട്ടിലിറ്റി പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വൈറസ് സംരക്ഷണം, മെമ്മറി നിയന്ത്രണം, ഫയലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഈ വീഡിയോ ഈ ചാനലിൽ ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് വിവരണത്തിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.